إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മുടെ ചുവരുകളിൽ ഒരു പുതിയ കലണ്ടറാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പഴയ കലണ്ടറുകൾ നമ്മൾ മാറ്റി പുതിയത് സ്ഥാപിച്ചിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്. എത്ര വേഗമാണ് ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസവും ആഴ്ചയും മാസങ്ങളും വർഷങ്ങളും നമ്മെ വിട്ട് ഓടുന്നത്. റമദാൻ പോയതേ ഉള്ളൂ. റമദാൻ വന്നിരിക്കുകയാണ്, അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ ജീവിക്കുന്നിടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഓരോ ദിവസവും പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ഓരോ വാർത്തകളാണ്. പ്രകൃതിക്ഷോഭങ്ങളാണ്. ചിലപ്പോൾ സുനാമികൾ, വെള്ളപ്പൊക്കങ്ങൾ, വരൾച്ചകൾ, ഉരുൾപൊട്ടലുകൾ, പേമാരി, അതികഠിനമായ ചൂട്, രോഗങ്ങൾ, ആക്സിഡന്റ് വാർത്തകൾ, രാഷ്ട്രീയമായ പല രൂപത്തിലുള്ള വാർത്തകൾ. നിസാരമായ കാരണങ്ങൾ വെച്ചിട്ട് യുദ്ധങ്ങൾ നടക്കുകയാണ്. മനുഷ്യജീവന് ഒരു വിലയും തന്നെ ആരും തന്നെ കൽപ്പിക്കുന്നില്ല. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. മാതാപിതാക്കളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു മടിയുമില്ലാത്ത മക്കൾ വളർന്നു വരുന്നു. മക്കളെ കൊല്ലുവാൻ മാതാപിതാക്കൾക്കും മടിയില്ല. ഭാര്യനെ കൊല്ലുവാനോ ഭർത്താവിനെ കൊല്ലുവാനോ ഒരു മടിയുമില്ലാത്ത കാലഘട്ടം. അവിഹിത ബന്ധങ്ങൾ എമ്പാടും വർദ്ധിക്കുന്നു. പ്രേമവും ലവും അതിൻ്റെയൊക്കെ ആധിക്യമാണ്, വർധനമാണ്. എങ്ങും ലഹരിയാണ്. ലഹരി ഉപയോഗിക്കാത്ത ആളാണ് ഇന്ന് ചെറുപ്പക്കാരൻ എന്ന് ഭാവിയിൽ പറയേണ്ട അവസ്ഥ വന്നേക്കുമോ എന്ന് നമ്മൾ ഭയക്കുന്നു. കല്യാണം കഴിക്കാത്തവരും വർദ്ധിക്കുന്നു. പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് കാലത്തെയും സമയത്തെയും തള്ളി നിൽക്കുകയാണ്. മതനീരാസം വർദ്ധിക്കുന്നു. വ്യക്തിവാദം. സഹോദരന്മാരെ, ഇങ്ങനെ പോകുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന സന്ദേശം? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല, നിങ്ങൾ അറിയണം, ഇന്ന ദുനിയാ മൽഊന, ദുനിയാവ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതാണ്. മൽഊനും മാ ഫീഹാ, അതിലുള്ളതൊക്കെയും ശപിക്കപ്പെട്ടതാണ്. ദുനിയാവ് തന്നെ ശപിക്കപ്പെട്ടതാണ്. അതിലുള്ള വിഭവങ്ങൾ, അതിലുള്ള കാര്യങ്ങൾ, അതിലുള്ള സാഹചര്യങ്ങൾ ഒക്കെയും എന്താണ്? അതൊക്കെയും ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ സിക്റുല്ലാഹി വമാ വല, അള്ളാഹുവിനെ കുറിച്ചുള്ള സിക്റും അവനെക്കുറിച്ചുള്ള സ്മരണയും ഒഴികെ, വആലിമൻ ഔ മുതഅല്ലിമ, നല്ലൊരു പണ്ഡിതൻ, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥി, അതൊഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ ഈ ദുനിയാവ് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഭവങ്ങളാണ് ഇതിലൊക്കെയും ഉള്ളത്.
അത് സൂക്ഷിക്കപ്പെടേണ്ട, ശ്രദ്ധിക്കേണ്ട വിഭവങ്ങളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, മൻഹൂമാനി ലാ യശ്ബഅനി താലിബുൽ ഇൽമി വസാഹിബുദ് ദുനിയ. രണ്ട് കാര്യങ്ങൾ അത് നിറയാതെ ലയിച്ച് ദയിച്ച് ചേരുന്ന രണ്ട് കാര്യങ്ങളാണ്. വല യസ്തവിയാൻ, അതൊരിക്കലും യോജിക്കുകയില്ല. അമ്മ താലിബുൽ ഇൽമ, ഒന്ന് ഇൽമ തേടുന്ന ഒരു വിദ്യാർത്ഥി, ദീൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി, പഠിതാവ്, അവൻ അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം ലഭിക്കും, തൃപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദുനിയാവിന്റെ ആൾക്കാർ, ദുനിയാവിന്റെ ആക്രമം വെച്ച് എപ്പോഴും കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അവനെ വഴികേടുകൾ വർദ്ധിപ്പിക്കുമെന്നാണ്. അവന്റെ ആർത്തി വർദ്ധിക്കും, അവന്റെ മോഹവും പകയും വിദ്വേഷിയും കുടിപ്പകവും തീരാപ്പകയും അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അവൻ ആരാണ്? അവൻ ദുനിയാവിന്റെ ആളാണ്. എന്നിട്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്, കല്ല ഇന്നൽ ഇൻസാന ലയതഗാ, നിശ്ചയം നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായിരിക്കുന്നു. അവൻ അവനെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ, ഞാൻ, എൻ്റെ കാര്യം, എൻ്റെ ചിന്ത, എൻ്റെ കുടുംബം എന്ന ഞാൻ ഇത് അവൻ അവനെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ അവൻ ധിക്കാരിയായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഫവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലൽ ഫഖറ അഖ്ശ അലൈക്കും, നിങ്ങൾ ഞാൻ ദാരിദ്ര്യം ഭയക്കുന്നില്ല. ദാരിദ്ര്യത്താൽ നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്നൊരു ഗതി നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശ അലൈക്കും അൻ തുബ്സത അലൈക്കും ദുനിയ, ഞാൻ നിങ്ങളിൽ ഭയക്കുന്ന കാര്യം അത് ദുനിയാവിൻ്റെ ആധിക്യമാണ്, ദുനിയാവിൻ്റെ സൗകര്യങ്ങളാണ്. നല്ല വാഹനം, നല്ല വീട്, അതുപോലുള്ള സൗകര്യങ്ങൾ അത് വർദ്ധിക്കുന്നതാണ് ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത്. കമാ ബസിറത അലാ മൻ കാന ഖബ്ലക്കും, അതേ മുൻഗാമികൾക്കുണ്ടായതുപോലെ, ഫതനാഫസുഹ, അവർ അതിൽ മത്സരിച്ചു, ഫതുഹ്ലികു കമാ ഹലക്തു കമാ തനാഫസുഹ, നിങ്ങൾ അതിൽ മത്സരിക്കും, ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ മത്സരം കാണിക്കും. കമാ തനാഫസുഹ, അവർ മത്സരിച്ചതുപോലെ, വതുഹ്ലികുക്കും കമാ ഹലക്തു, അവർ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുകയും ചെയ്യുമെന്നാണ്. ദുനിയാവിന്റെ കാര്യത്തിലുള്ളൊരു മത്സരം, ദുനിയാവിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ. അത് നിങ്ങൾക്കുണ്ടാകും, കാരണം അവരങ്ങനെ മത്സരം കാണിച്ചവരായിരുന്നു. ദുനിയാവിന്റെ കാര്യത്തിൽ എന്തൊക്കെ പൊങ്ങച്ചമുണ്ടോ അതിന്റെ പിന്നാലെ ഓടിയവരായിരുന്നു അവർ. അതും നിങ്ങൾക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ സ്ത്രീധന സമ്പ്രദായം എമ്പാടും ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു വാക്താവായിരുന്നു. ഇന്ന് സ്ത്രീധനം പോയി മറ്റൊരു രീതിയിലാണ് കല്യാണ സമ്പ്രദായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസവും 3 ദിവസവുമാണ് കല്യാണം, ചിലയിടങ്ങളിൽ 4 ദിവസമാണ്. അങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്താ കാരണം? നമ്മളും മത്സരത്തിന്റെ പിന്നാലെയാണ്. എന്തൊക്കെ പൊങ്ങച്ചങ്ങൾ സമൂഹത്തിലുണ്ടോ അതും നമ്മളിൽ നിന്ന് ഒഴിവല്ല. എന്തൊക്കെ ധൂർത്തുകൾ സമൂഹത്തിലുണ്ടോ അത് ഒട്ടും നമ്മളിൽ നിന്നും ഒന്നും ഒഴിവായി പോകുന്നില്ല. നമ്മളും അതിന്റെ പിന്നാലെ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയും പറഞ്ഞു തന്നു, മാസഅബാനി ജായിയാൻ, 2 വിശന്ന് വളഞ്ഞ ചെന്നായക്കൾ, അവർ ഒന്നുമല്ല എന്ന, ഉർസില ഫീ ഖനബിൻ ബി അഫ്സദ ലഹ, അതിനെ ആട്ടിൻകൂട്ടത്തിലേക്ക് നിയോഗിച്ചാൽ ആ ആട്ടിൻകൂട്ടത്തെ അത് ഛിന്ന ഭിന്നമാക്കി കളയും. വിശന്ന് വളഞ്ഞ ചെന്നായ്ക്കളെ ആട്ടിൻകൂട്ടത്തിലേക്ക് നിയോഗിച്ച ആട്ടിൻകൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് അതെന്തായി പോകും? അത് ഛിന്ന ഭിന്നമായി പോകും. മറി, അതൊന്നുമല്ല മനുഷ്യന്റെ അത്യാഗ്രഹത്തെക്കാൾ, മനുഷ്യന്റെ മോഹത്തെക്കാൾ, അലൽ മാലി വശറഫ്, പണത്തോടുള്ള പദവിയോടുള്ള അവന്റെ അത്യാഗ്രഹം മറ്റേതൊന്നുമല്ല. അതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ആട്ടിൻകൂട്ടത്തിലേക്ക് ചെന്നായി നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത്രമാത്രം ദുനിയാവിനെ അടിമപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ മനുഷ്യർക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന ദുനിയാ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഹുൽവത്തുൻ ഖലിറത്തുൻ, നല്ലൊരു ചോക്ലേറ്റ് ആണ്, നല്ല മാധുര്യമുള്ളതാണ്, പച്ചപിടിപ്പുള്ളതാണ് ദുനിയാവ്. ഫഇന്നല്ലാഹ തആല മുസ്തഖലിഫുക്കും ഫീഹാ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നിയോഗിച്ചത് ഒരു പ്രതിനിധിയായിട്ടാണ്. വയൻദുറു കൈഫ തഅമലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നത് അവൻ നോക്കുന്നുണ്ട്. ചുറ്റുപാടും
മാധുര്യമുള്ള സംഗതിയാണ്. മോഹങ്ങൾ വലയത്തിൽ അകപ്പെട്ട് ജീവിക്കാൻ ഉതകുന്നവർക്ക് എത്തിപ്പിടിക്കുന്ന മേഖലകളാണ് ചുറ്റുപാടുമുള്ളത്. എത്രമാത്രം സുഖിച്ച് ജീവിച്ചാലും അതിനപ്പുറം സുഖം തേടിക്കൊണ്ടുള്ള മനുഷ്യ പ്രകൃതമാണ് മനുഷ്യനുള്ളത്. അതിനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിഭവങ്ങൾ, അതിനുള്ള സമാഹാരങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെയും ശരിയാണ്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആര് നോക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. സഹോദരന്മാരെ, പഴയ കാലത്തെ പോലെയല്ല ഇന്നത്തെ സമ്പ്രദായം. ഇന്ന് ഒരു ആഴ്ചക്ക് ഒരു ദിവസം ഒന്ന് ഔട്ടിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒരു വലിയ ഷോപ്പിംഗ് മാള് സന്ദർശിക്കണം. വിഭവമായ പ്രത്യേകമായി രുചിയേറുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് തിന്നണം. അവിടെയും ഇവിടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ വാരിക്കുട്ടി ബില്ലടിച്ചിട്ടൊന്ന് പുറത്തിറങ്ങണം. മനുഷ്യൻ മറ്റൊരു പ്രകൃതത്തിലേക്കാണ് അവൻ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫത്തഖുദ്ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം കേട്ടോ. ദുനിയാവിൽ പല രൂപത്തിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വിഭവങ്ങളാണുള്ളത്. ദുനിയാവിനെ സൂക്ഷിക്കണം. വത്തഖുന്നിസ, നിങ്ങളെ മോഹത്തിൽപ്പെടുത്താൻ സാധിക്കുന്ന സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തൈസ, നശിച്ചു കഴിഞ്ഞു അബ്ദുദ്ദീനാരി വദിർഹം, ദിനാറിന്റെയും ദിർഹമിന്റെ ആൾ, പണത്തിന്റെ ആൾ, വൽ കതീഫത്തി ബിൽ ഖബീസത്തി, അതുപോലെ തന്നെ തൊങ്ങു വസ്ത്രത്തിന്റെയും സാൽവയുടെയും ആൾ. ഇൻ ഊതിയ മിൻഹാ റളി വഇൻ ലം യുഅത ലം യർല, അവനത് ലഭിച്ചാൽ അവൻ സംതൃപ്തനായിരിക്കും, ലഭിച്ചിട്ടില്ലെങ്കിൽ അതൊരു തൃപ്തിയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തി ഉണ്ടാകും. അതൊന്നും നമുക്ക് ഇല്ലയോ നമുക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. എൻ്റെ ഭർത്താവ് ആഴ്ചക്ക് ഔട്ടിങ്ങിന് പോകുന്ന ആളാണ്, ആഴ്ചക്ക് എന്തെങ്കിലും വെക്കേഷന് വരുമ്പോൾ പുറത്ത് ടൂറിന് പോകുന്ന ആളാണ്, ഷോപ്പിംഗ് മാളിൽ എന്നെ സന്ദർശിപ്പിക്കുന്ന ആളാണ്, അതിന് 2-3 ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ സമാധാനം തൽക്കാലം ഉണ്ടാകും. അതിൽ നിന്നും അയാൾ സമ്മതിക്കുന്നില്ലെങ്കിലോ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയില്ല. വീട്ടിൽ അത്യാവശ്യ വിഭവങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷേ ഇതിനൊന്നും കൂട്ടി നിൽക്കാത്ത ആളാണ് ഇയാൾ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് അത്രമാത്രം സുഖമില്ല എന്ന് കരുതി ഒരു തരത്തിലും തൃപ്തിയില്ലാത്ത മനസ്സിന്റെ ഉടമകളായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. അത് കിട്ടാൻ വേണ്ടി മനുഷ്യൻ എന്തു ചെയ്തേക്കാം. അവസാനം മരിച്ചു പോകുമ്പോൾ വാരിക്കൂട്ടിയ സ്വർണം ഉണ്ടാവുകയില്ല, വെള്ളി ഉണ്ടാവുകയില്ല, ആഡംബര ചിന്തയിൽ ജീവിതം തുളച്ചതിനാൽ ഒരു സൽക്രമവും ഉണ്ടാവുകയില്ല. പഴയ പോലെയല്ല. ഇപ്പൊ വെക്കേഷനൊക്കെ വന്നാൽ ആൾക്കാർ അത്ഭുതപ്പെടുകയാണ്. എന്താണ്? ടൂറ് പോകണം. അത് തന്നെയാണ് എല്ലാ കുടുംബങ്ങളുടെയും ചിന്ത. വയനാട്ട് ഭാഗത്തേക്ക് അടുക്കാൻ വേണ്ടി പോകുന്നില്ല, കാരണം വെക്കേഷനാണ്. ആൾക്കാർ ഒന്നടങ്കം ഒഴുകുകയാണ്. സഹോദരന്മാരെ, ഏത് സംസ്കാരമാണിത്? എവിടെ നിന്നാണ് നമുക്കിതൊക്കെ കിട്ടുന്നത്? മുസ്ലിങ്ങൾ പോലും അതിൻ്റെ പിന്നാലെയാണ്, അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംഘടനയിൽ ഒന്ന് കയറിപ്പറ്റിയ പിന്നെ നമുക്ക് വേണ്ടത് സ്ഥാനമാണ്. എന്തെങ്കിലും ഒരു കച്ചവടം നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് വേണ്ടത് അമിതമായ ലാഭമാണ്. അതിനുവേണ്ടി നമ്മൾ എന്തും പറയും, എന്തും ചെയ്യും. നമ്മൾ ഇടപാടിലാണ്. അപ്പോൾ അതിൽ നോക്കുന്നത് എന്താണ്? പരമാവധി പറ്റിക്കലാണ്, ക്രയവിക്രയമാണ്, അതിൽ ചതിവാണ്, വ്യവഹാരമാണ്, അതിൽ കളവാണ്, കല്യാണമാണ്, അത് പരമാവധി ധൂർത്താണ്, ആർഭാടമാണ്, പൊങ്ങച്ചമാണ്, മറ്റുള്ളവരെ കാണിക്കലാണ്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, ഒരു കാലം വരാനിരിക്കുന്നുണ്ട്, ഒരു കാലം വരാനിരിക്കുന്നുണ്ട്. ലാ യുബാലിൽ മർദ്, അന്ന് മനുഷ്യൻ പരിഗണിക്കുകയില്ല, അവൻ ചിന്തിക്കുകയില്ല. മാ അഖദ അമിനൽ ഹലാൽ അം മിനൽ ഹറാം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ സമ്പാദിക്കുന്ന കാര്യങ്ങൾ ഹലാലാണോ ഹറാമാണോ എന്നത് അവൻ പരിഗണിക്കുകയില്ല, ഒരു പ്രാധാന്യം കൊടുക്കുകയില്ല. ഒരു ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹുവിനെ ഭയക്കുന്ന ചിന്തയോ പ്രവർത്തനമോ സൂക്ഷ്മതയോ അവനുണ്ടാവുകയില്ല. സഹോദരന്മാരെ, ഇപ്പൊ പലിശ, അതിൽ നമ്മളുണ്ട്. ലോട്ടറി, അതിൽ നമ്മളുണ്ട്. ചൂതാട്ടം, അതിൽ നമ്മളുണ്ട്. ചൂഷണം, അതിൽ നമ്മളുണ്ട്. കൈക്കൂലിയാകട്ടെ, കരിച്ചന്തയാകട്ടെ, കരിഞ്ചന്തയാകട്ടെ, തട്ടിപ്പാകട്ടെ, വെട്ടിപ്പാകട്ടെ, എന്തൊക്കെയാണ് ആചാരങ്ങൾ സാർവത്രികമുണ്ടോ അതിലൊക്കെയും വന്നിട്ടുണ്ട്, അതിലും നമ്മളുണ്ട് എന്നാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്ദുന്യ ഫിൽ ആഖിറ ഇല്ല മിസ്ല മാ യജലു അഹദുക്കും ഇസ്മുഹു ഫിൽ യം, പരലോകത്തെ അപേക്ഷിച്ചിട്ട്
ഇഹലോകം എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരാൾ തൻ്റെ വിരൽ സമുദ്രത്തിൽ മുക്കി എടുക്കുന്നത് പോലെയാണ്. അത് മടക്കിക്കൊണ്ടാൽ, വെള്ളത്തിൽ മുക്കി വിരൽ മുക്കിയാൽ എത്രമാത്രം ജലാംശമാണോ അയാളുടെ വിരലിൽ പറ്റിയിട്ടുണ്ടാകുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ ദുനിയാവിനെ അപേക്ഷിച്ചിട്ട് പരലോകം എന്ന്, അല്ലെങ്കിൽ പരലോകത്തെ അപേക്ഷിച്ചിട്ട് ദുനിയാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫിദ് ദുനിയാ, ഇഹലോകത്ത് നീ ആയിരിക്കണം, ഈ ലോകത്ത് നീ ആയിരിക്കണം, കഅന്നക ഗരീബുൻ, ഒരു പരദേശിയെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെ ആയിരിക്കണം. ഈ ലോകത്ത് ആയിരിക്കണം എങ്ങനെ? ഒരു പരദേശിയെ പോലെ, അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെ. നീ ദുനിയാവിനെ വിരക്തനാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുക്കല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസി യുഹിബ്ബുക്കന്നാസ്, ജനങ്ങളിൽ ഉള്ളതിനെ കുറിച്ച് നീ വിരക്തനായാൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുമെന്നാണ്. സഹോദരന്മാരെ, ജനങ്ങൾ ഒഴുകുമ്പോൾ, ജനങ്ങൾ ഓടുമ്പോൾ അതുപോലെ ഓടാനുള്ളവരല്ല നമ്മൾ. ജനങ്ങൾ എങ്ങോട്ടാണ് പായുന്നത്, അതിൽ ഞാനുണ്ട്. ജനങ്ങൾ എങ്ങോട്ടാണ് വീഴുന്നത്, അതിൽ ഞാനുണ്ട്. ജനങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നു. അങ്ങനെയുള്ളതല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, പരലോകത്തെ കുറിച്ച് ഓർത്ത് വ്യക്തമായ ഒരു ജീവിത ദശ, ജീവിത രീതി കെട്ടിപ്പടുക്കേണ്ടവരാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസൽ ഗിന അൻ കസറത്തിൽ അർദ്, ഗിന എന്ന് പറഞ്ഞാൽ, സമാധാനം എന്ന് പറഞ്ഞാൽ ഭൗതിക സാമഗ്രികളുടെ ആധിക്യമല്ല, ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല. വലകിന്നൽ ഗിന ഗിനൻ നഫ്സ്, ഗിന എന്ന് പറഞ്ഞാൽ, സമാധാനം എന്ന് പറഞ്ഞാൽ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നഫ്സിലുള്ള, മനസ്സിലുണ്ടാകുന്ന സമാധാനമാണ്. ഭൗതികമായ എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാ രൂപത്തിലുള്ള സജ്ജീകരണങ്ങളുണ്ട്. പക്ഷെ വീട്ടിന്റെ അടുക്കളയിൽ, വീട്ടിന്റെ ഉള്ളിൽ ഒരു സമാധാനവുമില്ല. മക്കളെ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തുന്ന വഴികളില്ല. മക്കൾ തെറ്റിയിട്ടാണുള്ളത്. മക്കളെ കാണുമ്പോൾ ഉപ്പാക്കൊന്ന് സലാം ചെല്ലാൻ വേണ്ടി തോന്നുന്നില്ല. മക്കൾ കയറി വന്നപ്പോൾ ഉപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സലാം കൊണ്ടല്ല മകൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നത്. ഭാര്യയും ഭർത്താവും ഉണ്ട്, വാർദ്ധക്യത്തിലാണ്. ബന്ധുക്കൾ വീട് സന്ദർശിച്ചാൽ ഭർത്താവിന് ആ സമയത്ത് പോലും ഭാര്യയെ കുറിച്ച് പറയാൻ നല്ലതില്ല, ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് പറയാൻ നല്ലതില്ല. ഒരു കുറവുമില്ല, നല്ല വീടാണ്, എല്ലാ സാമഗ്രികളും ഉണ്ട്. പക്ഷെ എന്താണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്? വലകിന്നൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിന്റെ സമാധാനം അതില്ലാതെ പോയി പോകുന്നു. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ദുനിയാവിനെ കുറിച്ച് കൃത്യമായൊരു അവലോബോധം നമുക്കുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ അസ്സ വജൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലിയഹ്മി അബ്ദഹു മുഅ്മിന അദ്ദുനിയ, ദുനിയാവിനെ അവൻ സത്യവിശ്വാസിയെ അടിമയ്ക്ക് നൽകാതെ സൂക്ഷിക്കുന്നതാണ് ദുനിയാവ് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും പ്രതാപവും മഹത്വവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിക്ക് അടിമക്ക് നൽകാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ദുനിയാവ്. വഹുവ യുഹിബ്ബുഹു, അവൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ, കമാ തഹമൂന മരീദക്കും തആമ വശറാബ തഹാഫൂന അലൈഹി, നിങ്ങളുടെ രോഗിക്ക് നിങ്ങൾ നൽകാതെ സൂക്ഷിക്കുന്ന പ്രകാരം, ഭക്ഷണവും പാനീയവും നൽകാതെ സൂക്ഷിക്കുന്ന പ്രകാരം ദുനിയാവ് ചിലപ്പോൾ, ദുനിയാവിലെ വിഭവങ്ങൾ പരിപൂർണ രീതിയിൽ ഒരു വിശ്വാസിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ പിന്നാലെ പോയാൽ നമുക്ക് കിട്ടുന്ന പരിണിത ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. മൻ കാനത്തി ദുനിയ ഹമ്മഹു, ഒരാളുടെ ചിന്ത മുഴുവനും ദുനിയാവാണ്. ദുനിയാവാണ്. കല്യാണം, വീട്ടിക്കൂടൽ, പൊരിക്കൂടൽ, വീട് അടിച്ചു പൊളിക്കൽ, ബിസിനസ്, കച്ചവടം, അതുപോലെയുള്ള സംഗതികൾ, മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, അവരുടെ ജോലികൾ, എൻ്റെ കച്ചവടം, ഇങ്ങനെയുള്ള ദുനിയാവ് മാത്രമാണ് ഒരാളുടെ ചിന്തയെങ്കിൽ അയാളുടെ മനസ്സിൽ എപ്പോഴും അയാൾക്ക് ദുഃഖമുണ്ടാകുമെന്നാണ്, ഭയമുണ്ടാകുമെന്നാണ്, ദാരിദ്ര്യ ഭയമുണ്ടാകുമെന്നാണ്. അയാളുടെ കാര്യങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഥിലമാക്കി കഴിയുമെന്നാണ്. അയാൾ ദുനിയാവിന്റെ പിന്നാലെയാണ്. അതുകൊണ്ട് വീട്ടിനുള്ളിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. കാരണം അയാൾക്ക് എപ്പോഴും ചിന്ത എന്താണ്? ദുനിയാവ് മാത്രമാണ്. അയാളുടെ കാര്യങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഥിലമാക്കി കഴിയും. അള്ളാഹു എന്താണോ രേഖപ്പെടുത്തിയത് അത് മാത്രമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒരാളുടെ ഉദ്ദേശം പരലോകമായി,
അയാൾ ദുനിയാവിൽ പണിയെടുക്കുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നുണ്ട്, കുടുംബത്തെ നോക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ ആത്യന്തികമായ ലക്ഷ്യം പരലോകമായാൽ ജമഅല്ലാഹു ലഹു അംറഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ എല്ലാ കാര്യങ്ങളും സ്വരൂപിച്ചു കൊടുക്കും. വജല ഗിനാഹു ഫി ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ സമാധാനം ഇട്ടുകൊടുക്കും, അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ടുകൊടുക്കും. വാത്തത്ത് ദുനിയ വഹിയ റാഹിമ, ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും അയാൾ വിചാരിക്കാത്ത രൂപത്തിൽ തന്നെ അയാൾക്ക് നിറവേറ്റപ്പെടുമെന്നാണ്. അതായത് അയാളുടെ ലക്ഷ്യം പരലോകമാണ്. അയാൾ ദുനിയാവിൽ ജോലി ചെയ്യുന്നുണ്ട്, കുടുംബത്തെ നോക്കുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായ അയാളുടെ ലക്ഷ്യം പരലോകമായാൽ അയാളുടെ മക്കൾ കല്യാണം കഴിഞ്ഞു പോകും, കുടുംബത്തിൽ ഐശ്വര്യമുണ്ട്, സമാധാനമുണ്ട്, ഒരു കുറവും ഉണ്ടാവുകയില്ല. എന്നാൽ ഒരാൾ ആത്യന്തികമായ ലക്ഷ്യം ദുനിയാവ് മാത്രമാണ്, പൊങ്ങച്ചം മാത്രമാണെങ്കിലോ അയാളുടെ കാര്യങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഥിലമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഗുരുതരമായ സംഗതികളാണ് ഇത്തരം കാര്യങ്ങളെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് മടങ്ങുവാനും അവനെ കൂടുതൽ ഓർക്കുവാനും അതിനുള്ള സമയവും അവസരങ്ങളും പരിപൂർണ രീതിയിൽ നമ്മൾ വിനിയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. അത്തരം വിശ്വാസികളാക്കി നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, യൂശിക്കൽ ഉമ്മമു അൻ തദാ അലൈക്കും കമാ തദാ ആഖലതു ഇലാ കസതിഹ. അതെ, ഒരു ഭക്ഷണ തളികയ്ക്ക് ചുറ്റും ജനങ്ങൾ തടിച്ചു കൂടുന്നത് പോലെ നമുക്കെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ തടിച്ചു കൂടാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഞങ്ങളന്ന് വളരെ കുറവായിരിക്കും അല്ലാഹുവിന്റെ പ്രവാചകരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അന്തും യൗമൈദിൻ കസീറുൻ വലാകിന്നകും ഖുസാഉൻ കഖുസാഇസ് സൈൽ. നിങ്ങളന്ന് ധാരാളം പേരുണ്ടാവും, മുസ്ലിങ്ങളെന്ന് ധാരാളം പേരായിരിക്കും. പക്ഷെ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ചണ്ടികൾ പോലെ, വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ചണ്ടികൾ പോലെ ആയിരിക്കും നിങ്ങളെന്നാണ്. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാവുകയില്ല. എങ്ങനെയാണോ സമൂഹം പോകുന്നത് അതുപോലെ ഒരു പ്രത്യേകമായ വ്യതിരക്തമായ ജീവിതം നമുക്കുണ്ടാവുകയില്ല. നമ്മുടെ മകൻ്റെ കല്യാണം വന്നു, പെൺകുട്ടിയെ കണ്ടു, കല്യാണം നിശ്ചയിച്ചു, എല്ലാം ഏർപ്പാടാക്കിയാൽ നമ്മളെ വീട്ടിൽ നിന്ന് പോവുകയാണ്. ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി 70 പേർ, ഇളയപ്പൻ്റെ അനുജൻ, ഉള്ള ബന്ധുക്കളെ മുഴുവനും കൂട്ടിപ്പോകുന്നു. പെൺകുട്ടിയെ കാണുന്നു, അവിടുന്ന് കേക്ക് മുറിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, മൊബൈൽ കൈമാറുന്നു. നിക്കാഹ് വരെ ആ വരനും വധുവും ഹറാമിലാണ്. ഒരു തടിയിലില്ല, ഒരു പ്രശ്നവും നമുക്കില്ല. ഫോട്ടോ ഇടുന്നു, സ്റ്റാറ്റസ് വെക്കുന്നു, ഉള്ള ആളോടെല്ലാം പറയുന്നു. സമൂഹത്തിൽ അതുണ്ട്, അയൽപക്കത്ത് അതുണ്ട്, നമ്മളെ ഗ്രാമത്തിൽ എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. ഒരു വ്യതിരക്തമായ നിലപാട് നമുക്കില്ല. സ്ത്രീധന സമ്പ്രദായം ഒരു കാലത്ത് എമ്പാടും ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ വാങ്ങാതിരിക്കുക എന്നാ ചിന്തിക്കാം. വാങ്ങേണ്ട ആവശ്യമില്ല, പക്ഷെ അത് സമ്പ്രദായമാണ്. അപ്പൊ നമ്മൾ വാങ്ങാതിരുന്നാൽ ആളെന്താ വിചാരിക്കാം. അതുകൊണ്ട് എന്താക്കും, അന്ന് വാങ്ങി, അന്ന് പോയി, സ്ത്രീധനം പോയി. ഇപ്പൊ നമ്മൾ വാങ്ങാൻ ആഗ്രഹമില്ലാതിട്ടല്ല, പക്ഷെ സ്ത്രീധനം കൊടുത്തിട്ട് പെൺകുട്ടിയെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എന്താക്കി, സമൂഹത്തിൽ അത് ഇല്ലാതായപ്പോ നമ്മളിൽ അതില്ല. പക്ഷെ മറ്റു പല അനാചാരങ്ങൾ വരുമ്പോ നമ്മളതിന്റെ ഭാഗവാക്കാണ്. ചണ്ടികൾ ഒഴുകുന്നത് പോലെ നിങ്ങൾ ഒഴുകും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശത്രുക്കൾക്ക് നിങ്ങളുടെ മേലുള്ള ഭയമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. വലയക്സിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ വഹനിട്ട് തരും. നമുക്കെതിരെ ശത്രുക്കൾക്ക് ഒരു പേടി ഉണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. നമ്മുടെ ഹൃദയത്തിൽ വഹനുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് വഹൻ? ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിലുള്ള പ്രേമം, ദുനിയാവിലുള്ള ആർത്തി, അതാണ്. മരണത്തെക്കുറിച്ചുള്ള ഭയം. വീട് നിർമ്മാണം, ഒരു പെൺകുട്ടിയായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാകുക ആകെ. പക്ഷെ എന്നാലും 75 ലക്ഷത്തിന്റെയും 1 കോടി ഉറുപ്പിയുടെയും വീട് നമുക്ക് വേണം. നമ്മുടെ സഹോദരി ഓള് ചിലപ്പോൾ വാടകയ്ക്കായിരിക്കും, തിരിഞ്ഞു നോക്കാൻ ആളില്ലായിരിക്കും.
അവിടത്തേക്ക് ഒരു ശ്രദ്ധയും നമുക്കുണ്ടാവുകയില്ല. നമ്മൾ അടിച്ചു പൊളിച്ച് വീട്ടിൽ കൂടുന്ന ആൾക്കാർ ക്ഷണിക്കും. ഈ റൂം എങ്ങനെയുണ്ട്, ഈ ബെഡ്റൂം എങ്ങനെയുണ്ട്, മേലെയുണ്ട്, താഴെയുണ്ട്, സർദാബ് അണ്ടർഗ്രൗണ്ട് ഉണ്ട്, വീട് മൊത്തം സെൻട്രൈസ് ആണ്, ഒരു 1.5 കോടി ചെലവാക്കിയിട്ടുണ്ട്. അതിങ്ങനെ ചുറ്റിപ്പിടിച്ച് കാണിക്കും. എന്താണ് നമ്മൾ നേടുന്നത്? ജനങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ. ആരാണ് നിന്ന് വ്യതിരക്തരായി ജീവിക്കുന്നത്? എവിടെയാണ് നമുക്ക് മാറ്റം വരുന്നത്? താടി ഉണ്ടാവാം, നിസ്കാരത്താമുണ്ടാവാം, പക്ഷെ ധൂർത്തിന് ഒരു കുറവുമില്ല. സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബികളിൽ നിന്നുള്ള താബികളിൽ കേട്ട മഹാനായ പണ്ഡിതൻ പറയാണ്, ഖംസുൻ മിൻ അലാമത്തി ശക്കാവ, നിർഭാഗ്യത്തിന്റെ അടയാളം അത് 5 എണ്ണമാണ്. ഒന്ന് കസ്വത്തു ബിക്കുലോ, ഹൃദയത്തിന്റെ കാഠിന്യമാണ്. ഹൃദയത്തിന്റെ കാഠിന്യം, പരലോക ചിന്തയില്ല, ഖബറിൽ തനിച്ചു പോകണം എന്നൊരാഗ്രഹമില്ല. അതുപോലെ തന്നെ വൽ ജുമൂദ് വൽ ഐനൈൻ, 2 കണ്ണിനെ അത് നിർജീവമാക്കുമെന്നാണ്. ഹൃദയത്തിന്റെ കാഠിന്യം നമ്മുടെ കണ്ണിനെ അത് നിർജീവമായി കഴിയും. വഖില്ലത്തുൽ ഹയാ, ലജ്ജ കുറഞ്ഞ അവസ്ഥ വരും. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികൾ നമ്മൾ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവിടെ ചിലപ്പോൾ പാൻറ് ഇട്ടിട്ടായിരിക്കും അയക്കുന്നുണ്ടാകും, ടീഷർട്ട് പോലുള്ള ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും നമ്മൾ സ്കൂളിലേക്ക്. ഹൈസ്കൂളിന്റെ യൂണിഫോം അങ്ങനെയാണ്, ഈ സ്കൂളിന്റെ സിസ്റ്റം അങ്ങനെ എന്നാണ്. ജീൻസ് പാൻറ്റും അതുപോലെ തന്നെ ടൈറ്റുള്ള ഡ്രസ്സും ധരിച്ചിട്ട് നമ്മൾ പോലും കുട്ടികളെ അയക്കാം. ഉപ്പയോ 5 നേരം ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ആളായിരിക്കാം. വീടുകളിൽ ഒരു ശ്രദ്ധയുമില്ല. നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം വന്നാൽ പിന്നെ നമ്മളിൽ നിന്നുണ്ടാകുന്നത് ലജ്ജ കുറഞ്ഞു വരും. ആഗ്രഹം ദുനിയാവിനോട് മാത്രമായിരിക്കും. വതൂലിൽ അമൽ, അമിതമായ കൊതിയും മോഹവും ആഗ്രഹവും എന്ന് പറയുന്നത് അത് ദുനിയാവിനോട് മാത്രമായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 ഘട്ടങ്ങൾക്ക് മുമ്പായി 5 ഘട്ടങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം സഹോദരന്മാരെ. ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വമാണത്. വസിഹത്തക ഖബ്ല സഖമിക, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യമാണത്. വഗിനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യത്തിന് മുമ്പുള്ള ഐശ്വര്യമാണത്. വഫറാഗക ഖബ്ല ശുഗ്രിക, ജോലിക്ക് മുമ്പുള്ള ഒഴിവാണത്. വഹയാതക ഖബ്ല മൗതിക, മരണത്തിന് മുമ്പുള്ള ജീവിതമാണത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മടക്കം അത് നമുക്ക് സാധ്യമല്ല. ഖബറിലേക്ക് പോകിയാൽ പിന്നെ ഒരു തിരിച്ചു വരവ് അത് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് 5 ഘട്ടങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നി ആദം യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങൾ ചോദിക്കാതെ ഒരു അടിമയുടെ കാല്, ഒരു പാദം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അൻ ഉംരി ഫീമാ അഫ്ന, നിന്റെ വയസ്സ് അതെങ്ങനെയാണ് ചെലവഴിച്ചത്? നിനക്ക് 58 വയസ്സ് വരെ ഭൂമിക്ക് മേലെ നാം ചാൻസ് തന്നില്ലയോ? നിനക്ക് 70 വയസ്സ് കാലം ഭൂമിക്ക് മേലെ നാം അവസരം നൽകിയില്ലയോ? 88 വയസ്സ് വരെ നീ ജീവിച്ചില്ലയോ? എങ്ങനെയാണത് നീ ചെലവഴിച്ചത്? വൻ ശബാബി ഫീമാ അബ്ല, നിന്റെ യുവത്വം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? അല്ല, ആരോഗ്യമുള്ള രക്തത്തെ സ്ത്രസിക്കുന്ന ഒരു പ്രായം നിനക്കുണ്ടായില്ലയോ? നീ എങ്ങനെയാണത് ചെലവഴിച്ചത്? വൻ മാലിഹി മിൻ ഐന ഇക്തസബു വഫീമാ അൻഫഖു, നീ സമ്പാദിച്ച പണമുണ്ടല്ലോ അതെങ്ങനെയാണ് സമ്പാദിച്ചത്? എങ്ങനെയാണ് ചെലവഴിച്ചത്? വമാദാ അമില ഫീമാ അലിമ, നീ ഒരുപാട് ഖുതുബ കേട്ടില്ലയോ? ഒരുപാട് പ്രസംഗം കേട്ടില്ലയോ? ഒരുപാട് ക്ലാസ് നീ കണ്ടില്ലയോ? എങ്ങനെയാണ് അത് പ്രകാരം നീ വിനിയോഗിച്ചത് എന്ന് അറിയാതെ പഠിക്കാതെ ഒരു മനുഷ്യന്റെ കാല് നാളെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കലണ്ടറുകൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കാൻ വേണ്ടി പറ്റിയ അവസരങ്ങളെ അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു സെക്കൻഡ് ആണെങ്കിൽ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ്, ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ, ഒരു ദിവസമാണെങ്കിൽ ദിവസം, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന രൂപത്തിലുള്ള ചിന്തകളും ആലോചനകളുമാണ് നമ്മൾ വെച്ച് പുലർത്തേണ്ടത്. ദൈവത്തിനെ നമ്മൾ സഹായിക്കണം, പള്ളികളെ നമ്മൾ സഹായിക്കണം, പള്ളികളിൽ നമ്മൾ സജീവരാകണം, ദൈവത്തിന്റെ മേഖലകളിൽ സജീവരാകണം. ദൈവത്ത് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ഒരു നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ. അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ ആർക്കാണ് സാധിക്കാത്തത്? എല്ലാവർക്കും സാധിക്കും. അത് ദൈവത്താണ്, അത് ദൈവത്താണ്. നമ്മൾ കാണുന്ന സഹോദരന്മാരെ, ഇത് ജനുവരി മാസമാണ്, ഉറൂസിന്റെയും ഉത്സവത്തിന്റെയും അതുപോലെ തന്നെ മറ്റു പല അനാചാരങ്ങൾ നടക്കുന്ന സമയമാണ്. അവിടെ നിന്ന് നിങ്ങൾ പോകരുത് എന്ന് പറയാൻ നമുക്കാർക്കാണ് സാധിക്കാത്തത് സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ എല്ലാ സെക്കൻഡുകൾക്കും വിലപ്പെട്ടതാണ് എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള കാൽവെപ്പായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അത്തരത്തിൽ പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും
സഹായിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മൾ വെച്ച് പുറത്തുക. അള്ളാഹുവിനുള്ള സഹായം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം തൗഹീദിൽ അധിഷ്ഠിതമാക്കുക. സുന്നത്തിനോട് പ്രത്യേകമായ ഒരു സ്നേഹം കാണിക്കുക. ഏതൊക്കെ വിദിഗത്തുകളുണ്ടോ അത് മുഴുവനും വർജിച്ചുകൊണ്ട് ജീവിക്കുക. എല്ലാവിധ ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. പൊങ്ങച്ചങ്ങളും ധൂർത്തുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവർക്ക് മാപ്പ് ചോദിക്കുക. മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക. സംഗീതവും സിനിമ, സീരിയൽ എന്നിവയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഇഖ്ലാസോടുകൂടിയും പ്രതിഫലിച്ചോടുകൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, അള്ളാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അള്ളാഹുവേ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരണം ഭരിക്കേണ്ടി വരുമ്പോൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകളെ തൊട്ട് അള്ളാഹുവേ, നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നമ്മുടെ മരണസമയമാക്കുകയും യഖീനോട് കൂടി ദൃഢതയോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തണമേ. അള്ളാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.